മാനസിക രോഗികളെ അടച്ചുപൂട്ടി മറന്നുപോയ ഒരു സ്ഥലമായ ഉപേക്ഷിക്കപ്പെട്ട ഷാഡോ ബ്രൂക്ക് അസൈലത്തെക്കുറിച്ച് റാവൻസൂഡ് പട്ടണം മന്ത്രിച്ചു. പട്ടണത്തിനു മുകളിൽ ആ കെട്ടിടം ഉയർന്നു നിന്നു. അതിന്റെ ഉയർന്ന ഗോപുരങ്ങളും തകർന്നു വീഴുന്ന മുഖവും അതിന്റെ ചുവരുകൾക്കുള്ളിൽ നടന്ന ഭീകരതകളുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഡോ. എമ്മ ടെയ്ലർ ഷാഡോ ബ്രൂക്കിൽ എപ്പോഴും ആകൃഷ്ടയായിരുന്നു. അഭയകേന്ദ്രം പര്യവേക്ഷണം ചെയ്യാനും അതിന്റെ ഇരുണ്ട രഹസ്യങ്ങൾ കണ്ടെത്താനും അവർ വിദഗ്ധരുടെ ഒരു സംഘത്തെ വിളിച്ചുകൂട്ടി. ജീർണിച്ച ഹാളുകളിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ ടീമിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടു. വാതിലുകൾ ശബ്ദത്തോടെ തുറക്കുകയും അടയുകയും ചെയ്തു. അവരെ പിന്തുടരുന്നതുപോലെ ഛിന്നഭിന്നമായ മന്ത്രിപ്പുകൾ ഉണ്ടായിരുന്നു. അഭയകേന്ദ്രത്തിന്റെ ദുഷ്ടപ്രശസ്തിക്ക് പിന്നിലെ സത്യം പുറത്തുകൊണ്ടുവരാൻ എമ്മ ദൃഢനിശ്ചയം ചെയ്തു. രോഗിയുടെ ഫയലുകൾ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കഥ ദുരന്തത്തിന്റെയും നിരാശയുടെയും കഥയായിരുന്നു. മാൽക്കമിന്റെ ആത്മാവ് ഇപ്പോഴും അഭയകേന്ദ്രത്തിൽ തങ്ങി നിൽക്കുന്നുവെന്ന് എമ്മയ്ക്ക് ബോധ്യമായി. ടീം അംഗങ്ങൾ ഓരോരുത്തരായി അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഒരു അദൃശ്യ ശക്തി എമ്മയെ പിന്തുടർന്ന് ഒറ്റപ്പെട്ടു. അഭയകേന്ദ്രത്തിന്റെ ഉള്ളിൽ ഒരു മറഞ്ഞിരിക്കുന്ന മുറിയിൽ അവൾ യാദൃശ്ചികമായി എത്തി. അവിടെ അവൾ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി. ഷാഡോ ബ്രൂക്കിന്റെ മതിലുകൾക്കുള്ളിൽ കുടുങ്ങിയത് മാൽക്കമിന്റെ ആത്മാവ് മാത്രമല്ല, ആ ആശുപത്രിയുടെ മുൻ ഡയറക്ടർ ഡോ. ബ്ലാക്ക്വുഡ് തന്റെ രോഗികളിൽ വളച്ചൊടിച്ച പരീക്ഷണങ്ങൾ നടത്തി അവരുടെ ആത്മാക്കളെ കെട്ടിടത്തിനുള്ളിൽ കുടുക്കി. കുടുങ്ങിപ്പോയ ആത്മാക്കളുടെ കൂട്ടത്തിൽ ചേരാൻ വിധിക്കപ്പെട്ട ഏറ്റവും പുതിയ ഇരയാണ് താനെന്ന് എമ്മ മനസ്സിലാക്കി. ഇരുട്ട് മൂടിയപ്പോൾ എമ്മയുടെ നിലവിളി ഒഴിഞ്ഞ ഹാളുകളിലൂടെ പ്രതിധ്വനിച്ചു. പിറ്റേന്ന് രാവിലെ പോലീസ് അവളുടെ ക്യാമറ കണ്ടെത്തി. ഷാഡോ ബ്രൂക്കിന്റെ നിഴലുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതകൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. തകർന്നു വീഴുന്ന മതിലുകൾക്കുള്ളിൽ രഹസ്യങ്ങൾ പൂട്ടിയിരിക്കെ അഭയകേന്ദ്രം അതേപടി തുടർന്നു. പക്ഷേ നഗരവാസികൾക്ക് സത്യം അറിയാമായിരുന്നു. ഷാഡോ ബ്രൂക്ക് ജീവിച്ചിരിക്കുന്നവരെ സ്വാഗതം ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു. ഇരുട്ട് എമ്മയെ വിഴുങ്ങി. അഭയകേന്ദ്രത്തിലെ മുൻ രോഗികളുടെ ഓർമ്മകൾ അവൾ വീണ്ടും ഉണർത്തി. പീഡിപ്പിക്കപ്പെട്ടവരുടെ മുഖങ്ങളും ലോബോഡോമിസ് ചെയ്യപ്പെട്ടവരുടെ നിലവിളികളും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ നിരാശയും അവൾ കണ്ടു. വിജനമായ ഹാളുകളിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ എമ്മ ഒരു കീറിയ കർട്ടനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വാതിൽ കണ്ടു. റൂം 314 എന്ന ബോർഡ്. അവൾ വാതിൽ തള്ളിത്തുറന്നു. അവളുടെ നട്ടെല്ലിൽ ഒരു കുളിർ പടർന്നു. അതിനുള്ളിൽ എമിലി എന്ന രോഗിയുടെ ഒരു കൂട്ടം ജേണലുകൾ അവൾ കണ്ടെത്തി. ഡോ. ബ്ലാക്ക്വുഡിന്റെ പരീക്ഷണങ്ങളുടെ ഭീകരത, വേദന, കഷ്ടപ്പാടുകൾ എന്നിവ ആ എൻട്രികളിൽ വിവരിച്ചിരുന്നു. സത്യം കണ്ടെത്താനും കുടുങ്ങിപ്പോയ ആത്മാക്കളെ മോചിപ്പിക്കാനുമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് എമ്മയ്ക്ക് ബോധ്യമായി. പക്ഷേ വായിക്കുന്തോറും വാക്കുകൾ മാറാൻ തുടങ്ങി. കൈയക്ഷരം മാറി, എഴുത്തുകൾ കൂടുതൽ ദുഷ്ടമായി. എമ്മ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കാലുകൾക്ക് ഭാരം തോന്നി, ആ സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നതുപോലെ. ഡോക്ടർ ബ്ലാക്ക്വുഡിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമായി. അവളുടെ സുബോധം നഷ്ടപ്പെടുന്നതായി അവൾക്ക് തോന്നി. എമ്മ അവസാനമായി കണ്ടത് 314 നമ്പർ മുറിയുടെ വാതിലാണ്. അതിൽ ആളുകൾ കുടുങ്ങി എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഷാഡോ ബ്രൂക്കിന്റെ നിഴലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതകൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എമ്മയുടെ ക്യാമറ പോലീസ് കണ്ടെത്തി. പക്ഷേ അവർക്ക് ഒരിക്കലും എമ്മയെ കണ്ടെത്താനായില്ല. തകർന്ന ചുവരുകൾക്കുള്ളിൽ രഹസ്യങ്ങൾ പൂട്ടിയിരുന്ന ആ അഭയകേന്ദ്രം നിലനിന്നു. എന്നാൽ ഡോ. എമ്മ ടെയ്ലറുടെ ഇതിഹാസവും അവർ കണ്ടെത്തിയ ഭീകരതയും മനുഷ്യഗ്രഹണത്തിന് അതീതമായ ശക്തികളുമായി ഇടപെടുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. മനുഷ്യ മനസ്സിനോടുള്ള ഡോ. ബ്ലാക്ക്വുഡിന്റെ അഭിനിവേശം അദ്ദേഹത്തെ ഷാഡോ ബ്രൂക്ക് അസൈലത്തിൽ വളച്ചൊടിച്ച പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചു. രോഗികളെ ഭ്രാന്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്നതിലൂടെ മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ദ്രിയങ്ങളുടെ ശക്തിക്ഷയം, ഹിപ്നോസിസ്, ശസ്ത്രക്രിയകൾ പോലും ഉൾപ്പെടെയുള്ള ക്രൂരമായ രീതികളായിരുന്നു അദ്ദേഹത്തിന്റെ രീതികൾ. രോഗികൾ വെറും പരീക്ഷണ വിഷയങ്ങൾ മാത്രമായിരുന്നു. അവരുടെ നിലവിളികളും അപേക്ഷകളും ഡോക്ടർ അവഗണിച്ചു. എറിബസ് എന്ന രഹസ്യനാമമുള്ള ഒരു പരീക്ഷണം മനുഷ്യാത്മാവിനായി ഒരു പാത്രം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഒരു വ്യക്തിയുടെ സത്തയെ കൊടുക്കുന്നതിലൂടെ അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഡോ. ബ്ലാക്ക്വുഡ് വിശ്വസിച്ചു. എറിബസ് പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടു. പക്ഷേ അതിന് വലിയ വില നൽകേണ്ടി വന്നു. ഇതിന് വിധേയരായ രോഗികൾ മാനസികമായി തളർന്നുപോയി. അവർ അനുഭവിച്ച ഭീകരതകളാൽ അവരുടെ മനസ്സ് തകർന്നു.